ഞാൻ വാതിൽ ആകുന്നു. എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും. അവൻ അകത്തു വരികയും പുറത്തു പോകുകയും മേച്ചൽ കണ്ടെത്തുകയും ചെയ്യും. ഞാൻ വാതിൽ ആകുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ വീടുകളിൽ വാതിൽ ഉണ്ട്. ദൈവരാജ്യത്തിലേക്കുള്ള പ്രവേശനം അത് കർത്താവായ യേശു ക്രിസ്തുവിലൂടെയാണ്. ദൈവരാജ്യം സമാധാനത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, വിജയത്തിൻ്റെ, അനുഗ്രഹത്തിൻ്റെ ഒരു ലോകം. അവിടെ രാജാവായിരിക്കുന്നത് യേശുവാണ്. നാം മക്കളായിരിക്കുന്നു. ഈ ദൈവരാജ്യത്തിലേക്കുള്ള പ്രവേശന കവാടം യേശുവാകുന്നു. യേശു ക്രിസ്തുവിലൂടെ ഈ ദൈവരാജ്യത്തിലേക്ക് കടക്കുന്നവൻ രക്ഷപ്പെടും. സകല ശാപങ്ങളിൽ നിന്നും, സകല പാപങ്ങളിൽ നിന്നും, സകല പരാജയത്തിൽ നിന്നും, സകല നിരാശയിൽ നിന്നും, സകല രോഗങ്ങളിൽ നിന്നും രക്ഷപ്പെട്ട് സുന്ദരമായ, സമാധാനപൂർവമായ, ഐശ്വര്യപൂർണമായ ഒരു ജീവിതം ഈ ആത്മീയ ലോകത്തിൽ നമുക്കുണ്ട്. അവൻ അകത്തു വരികയും പുറത്തു പോകുകയും മേച്ചൽ കണ്ടെത്തുകയും ചെയ്യും. ക്രിസ്തുവിലൂടെ നമുക്ക് ഈ ദൈവരാജ്യത്തിൻ്റെ അകത്ത് പ്രവേശിക്കാം. ഈ ദൈവരാജ്യം ക്രിസ്തു യേശു വർണ്ണിക്കുന്നു. അവൻ്റെ ജീവചരിത്രം മത്തായി, മർക്കോസ്, യോഹന്നാൻ, ലൂക്ക എല്ലാ അധ്യായങ്ങളിലും നമുക്ക് അവൻ്റെ രാജ്യത്തിൻ്റെ വർണ്ണന നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. പുറത്തു പോകുകയും നമ്മൾ ഇപ്പോൾ ജീവിക്കുന്ന ഈ ഭൗമികമായ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ ദൈവരാജ്യത്തിൽ അകത്ത് യേശുവുമായുള്ള സമ്പർക്കം പുലർത്തിയതിന് ശേഷം പുറത്തേക്ക് പോവുകയും അവിടെ വിജയകരമായ ഒരു ജീവിതം നാം ജീവിക്കുകയും ചെയ്യുന്നു. ക്രിസ്തുയേശുവിലൂടെ അകത്ത് പ്രവേശിച്ച് ദൈവരാജ്യത്തിൽ സ്വസ്ഥത അനുഭവിച്ച് അതിനുശേഷം നമ്മുടെ കർമ്മമണ്ഡലങ്ങളിൽ പുറത്തേക്ക് പോയി നാം പ്രവർത്തിക്കുമ്പോൾ നാം മേച്ചൽ കണ്ടെത്തും. എത്ര നല്ല ഒരു പ്രയോഗമാണ് മേച്ചൽ. നമ്മൾ മേഞ്ഞ് നടക്കുമ്പോൾ പുൽപ്രദേശങ്ങളിലൂടെ നമ്മുടെ പ്രവർത്തന മണ്ഡലങ്ങൾ അത് അനുഗ്രഹിക്കപ്പെട്ടതാകും. സമാധാനം നിറഞ്ഞ പ്രവർത്തന മണ്ഡലം. നമ്മളുടെ ജോലിസ്ഥലം അനുഗ്രഹത്തിൻ്റെ ജോലിസ്ഥലം. നമ്മൾ പഠിക്കുന്നിടം അനുഗ്രഹപ്രദമായ സ്ഥലം. നമ്മുടെ ഭവനം അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭവനം. അകത്തു വരികയും പുറത്തു പോവുകയും ആനന്ദകരമായ, സ്വസ്ഥകരമായ ഒരു മേച്ചൽ, സമാധാനം നിറഞ്ഞ ഒരു മേച്ചൽ. ആ സുന്ദരമായ മേച്ചിൽ പുറങ്ങളിലൂടെ അനുഗ്രഹപ്രദമായ ഒരു ജീവിതം. അതാണ് ക്രിസ്തുയേശു നമുക്ക് തരുന്ന